ജന്മാദ്യസ്ഥേതന്യാദിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മൃഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ പാരായണമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അത പഞ്ചമോധ്യായ ശ്രീശുക ഉവാച ദാരിദ്ര്യനദ്യ ഋഷഭക്കുരൂണാം മൈത്രേയമാസീനമഗാധബോധം ശത്രോപസൃത്യാച്യുതഭാവശുദ്ധപപ്രച്ഛ സവിശീല്യ ഗുണാഭിതൃപ്ത വിതുര ഉവാച സുഖായ കർമാണി കരോതി ലോകോ നതേ സുഖം വാന്യതുപാരമുമ്പ. ലോകം സുഖത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, സുഖം കിട്ടുന്നില്ലല്ലോ. ബിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ മതേന്ന. സുഖം കിട്ടാനുള്ള മാർഗം എന്താണ് എന്ന് അങ്ങ് പറയണം എന്ന് മൈത്രേയ മഹർഷിയോട് ആര് ചോദിച്ചു? വിതുരൻ ചോദിച്ചതായിട്ട് ശുകമഹർഷി പറയണം. ജനസ്യ കൃഷ്ണാദ്വിമുഖസ്യ ദൈവ തധർമ്മശീലസ്യ ദുഃഖിതസ്യ. കൃഷ്ണവൈമുഖ്യമാണ് ദുഃഖത്തിന് കാരണമെന്ന് ചിലർ പറയുന്നു. കൃഷ്ണനോട് ആസക്തി ഉണ്ടായാൽ ദുഃഖം കുറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണാസക്തി ഉണ്ടാവാൻ എന്താ മാർഗം എന്നും പറയണം. അനുഗ്രഹായേക ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. നിങ്ങളൊക്കെ നല്ലവരുടെ ഗുണത്തിന് വേണ്ടിയാണല്ലോ സഞ്ചരിക്കുന്നത്. തത്സാധുവര്യാത് ചവർമ്മസന്നർത്ഥം രാധിതോ ഭഗവാന്റേന പുംസാം കൃതിർത്തിതോ യച്ഛതി ഭക്തിഭൂതേ ജ്ഞാനം സതത്വാധികമം പുരാണം. കരോതി കർമാണി കൃതാവതാരോ യാത്മതന്ത്രോ ഭഗവാൻ സ്യതീശ യഥാസ സജ്ജാഗ്രഹിതൻ നിരീക സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ യഥാ പുനഃ സ്വേ ക ഇതം നിവേശ ചേതേ ഗുഹായം സനിവൃത്തവൃത്തി യോഗേശ്വരാധീശ്വര ഏക ഏതത് അനുപ്രവിട്ടോ ബഹുധായഥാർത്ഥിൽ ക്രീഡൻ വിധത്തെ ദിജഗോസുരാണാൻ ക്ഷേമായ കർമ്മണ്യവതാരഭേദൈ മനോന തൃപ്യത്യഭി ശൃണ്വതാന്ന ശ്ലോകമൂലെ ചരിതാമൃതാനി. ഏ തത്വഭേദേർജലോകനാഥോ ലോകാനലോകാന്തകലോകമാലാൻ അജീക്ലപത്ര സർവതത്വ നികായ ഭേദോധികൃത പ്രതീത ഏന പ്രജാനാമുദ ആത്മകർമ്മരൂപാഭിധാനാം ച വിധാംബ്യദത്ത നാരായണോ വിശ്വദൃഢാത്മയോ നിരേതച്ചനോ വർണ്ണ വിപ്രവര്യ പരാവരേഷാം ഭഗവാൻ പ്രധാനീ സുധാനിമേ വ്യാതമുഖാദഭീഷ്ടം മധുത്വമാ ഠുല്ലസുഖാമഗാനാം ദേശാമൃതേ കൃഷ്ണകഥാമൃതൗകാൻ കത്തൃപ്നയാ തീർത്ഥപദോഭിധാനാ തത്രേഷു വസ്ഫുരിവിരീഡ്യമാനാൻ യക്കർണനാടിം പുരുഷത്തയാതോ പ്രധാം ഗേഹരതിൻശിനത്തി. കർണനാടിയിൽ അത് തട്ടിയാൽ തന്നെ ലോകത്തിനോടും വീടിനോടുമുള്ള എല്ലാ ആസക്തിയും കുറയും. മുനിർവിഭട്ടുർ ഭഗവത് ഗുണാനാന്തകാപിതേ ഭാരതമാഹ കൃഷ്ണ. ഭാരതവും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. ഭാരതമാഹ കൃഷ്ണ. കൃഷ്ണ അവിടെ വ്യാസനാണ് അർത്ഥം. വ്യാസൻ മഹാഭാരതം പറഞ്ഞിട്ട് എന്തിനാ പറഞ്ഞതറിയോ? അതാ രസം. മഹാഭാരതമൊന്നും മുഴുവൻ കേട്ടിട്ട് കാര്യമില്ല എന്ന ബോധം ഉറയ്ക്കാൻ. ഈ ധർമ്മശാസ്ത്രത്തിൽ മാത്രം കടന്നു തിരിഞ്ഞാൽ മനസ്സ് സ്വസ്ഥാവില്ല. അതുകൊണ്ട് ഹരിഭക്തി വരണം. എന്താണ് ശരിക്ക് കേൾക്കേണ്ടത്? ഭാരതം നോക്കിയപ്പോൾ ഇതൊന്നും അല്ല എന്ന് ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുകയാണ്. സുഖമില്ല കേട്ടോ ഇതൊക്കെ കേൾക്കാൻ. ഇത് തോന്നുകയാണ്, എന്താ ചെയ്യുക? അങ്ങനെ അനുഭവപ്രകാരം തന്നെ അത് വിട്ട് അതല്ല വേണ്ടത് എന്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാരതം രചിച്ചു എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണം. സകാപിതേ ഭാരതമാഹ കൃഷ്ണ. ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭാരതത്തെ പറഞ്ഞത്. യത്മെന്നാം ഗ്രാമ്യസുഖാനുവാദേ. അതിലാണെച്ചാൽ ലോകകാര്യങ്ങളേ ഉള്ളൂ അധികം. മതിർഗൃഹീത നുഹരേ കഥായം ഹരിയുടെ കഥ ഇല്ല. സാശബ്ദദാനത്തെ വിവർദ്ധമാന വിരക്തിമന്യത്ര കരോതി പുംസ ഹരേ പദാനുസ്മൃതിർവൃതമത്ത ദുഃഖാത്തെ മാസുദത്തെ. താൻ ചോദിച്ചാൻ ഭക്തിയില്ലാത്തവരുടെ കഥ ശോചനീയാണ്. താൻ ചോദിച്ചാനവിദോനുഷേചേ ഹരേ കഥായാം വിമുഖാനകേനാട്ടിനോതി ദേവോ നിമിഷത്വേഷമായുർവൃഥാ വാദഗതി സ്മൃതിന. ആയുസ് വെറുതെ കളയ. ആയുർവൃഥ വാദഗതി സ്മൃതീനം തദത്യകൗഷാരവ ശർമ്മധാതുർകരേ കഥാമേവ കഥാസുസാരം ഉദ്ധൃത്യ പുഷ്പേ വാർത്തബന്ധോ ശിവായന കീർത്തയ തീർത്ഥകീർത്തേ. തീർത്ഥമായിട്ടുള്ള പുണ്യകഥയുള്ള തീർത്ഥമായിട്ടുള്ള തീർത്ഥകഥ
അല്ലയോ മൈത്രേയ മഹർഷി അങ്ങ് പറഞ്ഞു തരണം എന്ന് വിതുരൻ ചോദിച്ചതായിട്ട് ശുഖമഹർഷി പറയണം. ചകാരകർമ്മണ്ണതി പുരുഷാണീയാനീശ്വര കീർത്തനാനിമയ്ക്കും പറയണേ പറയണേ. ശ്രീശുഖവാച സേവം ഭഗവാൻ പിട്ടക്ഷത്രാകൗഷാരവർ മുനി പുംസാം നിശ്ചയസാർത്ഥേന തമാക ബഹുമാനയൻ മൈത്രേയവാച. വിതുരനെ അഭിനന്ദിക്കുകയാണ്. സാധു പൃഷ്ടന്തയാ സാധോ ലോകാൻ സാധനഗൃണ്ണത കീർത്തിം വിധന്നതാ ലോകയാത്മനോദോട്ടജ ആത്മനാനൈതച്ചിത്തർബാധരായണ വീരജെ. അങ്ങ് വ്യാസപുത്രനാണ്, പിന്നെ എങ്ങനെയാ ഇത്തരം നല്ല ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക? ക്ഷത്ത വിതുര ബാധരായണ വീരജെ. ഭവാൻ ബാധരായണ വീരജനാണല്ലോ. ഗൃഹീതോ അനന്യഭാവേന ത്വയാഗതീശ്വര മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാതം നമനോയമ. മാണ്ഡവ്യൻ ശപിച്ച കഥ പറയണം. ആ മാണ്ഡവ്യൻ പിന്നെ ശപിച്ചു എന്ന്. അങ്ങനെ യമനെ ശപിച്ചിട്ട് യമനാണ് വിതുരനായത്. ശൂലത്തിൽ തറച്ചതിന് മാണ്ഡവ്യൻ തിരിച്ച് ശപിച്ചു യമനെ. മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാതം നമനോ യമ പ്രാതുക്ഷേത്രേ ഭുജിക്ഷയാഞ്ജാത സത്യവതി സുധാൻ. സത്യവതിയിലും വ്യാസനിലും ജനിച്ച ആളാണ് വിതുരൻ. അതുകൊണ്ട് യമൻ്റെ അടുത്ത അവതാരമാണ്. ഭവാൻ ഭഗവതോ നിത്യന്തം മതസ്ഥാനുഗത്യജായ ഉപദേശായ മാ അതിശത് ഭഗവാൻ വ്രജൻ അതതേ ഭഗവത് ലീലായോഗമായോ ബൃംഗീത വിശ്വസ്ഥിത്വന്താർത്ഥാവർണയാമെന്ന് എന്താ വർണ്ണിക്കേണ്ടത്? ഭഗവാന്റെ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം അതെന്നെ വർണ്ണിക്കാനുള്ളൂ. സ്ഥിതി ഉദ്ഭവ അന്താർത്ഥ അന്തർധാനം നാശം. ഭഗവാനേകാതേതം കര ആത്മാത്മനാം വിവാത്മേചാനുഗതാമാത്മാനാമത്യുപലക്ഷണ സവായേഷ തഥാ ദൃഷ്ടാനാഭിശ്ചദിശ്യതേ കരാൾ സോം മേനേ സന്തമിവാത്മാനം സുപ്തശക്തിരസ്തുതക്ക് സവ ഏതം ദൃഷ്ടിശക്തി സുരതദാത്മിക മായ നാമ മഹാഭാഗ ഏതം ധർമ്മമേ വിഭൂ. ആദ്യം ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ത് സൃഷ്ടിച്ചു? മായയെ സൃഷ്ടിച്ചു. മായ നാമ മഹാഭാഗ സൃഷ്ടിച്ചത് മായയാണ്. ഏതം നിർമ്മമേ, അതിൽ നിന്ന് ഈ ലോകം മുഴുവൻ ഉണ്ടായി. കാലവൃത്യാതു മായായം ഗുണമയ്യാം അതോട്ട. അതിന്നോ ഗുണങ്ങൾ, സാത്രിക താമസങ്ങൾ ആയ ഗുണങ്ങൾ. പുരുഷേരാത്മഭൂതേന വീര്യമാദത്ത വീര്യമാന്തോപവന്മകത്ത വ്യക്താകാലജ്യോതിദാൽ വിജ്ഞാനാത്മാത്മദേഹത്തം വിശ്വം വ്യഞ്ജൻ തമോനുദ സോപ്യംശഗുണകാലാത്മാ ഭഗവദിഷ്ടിഗോചര ആത്മാനം വ്യകരോധ ആത്മാവിശ്വസ്യസ്ത്രീക്ഷയാ മഹത്തത്താൽ വിഗുരുവാണ. പിന്നെ മഹത്വത്വം സൃഷ്ടിച്ചു, അതൊന്നും അഹങ്കാരം. മഹത്തത്താൽ വിഗുരുവാണ അതഹം ദത്തം വ്യജായത കാര്യകാരണകർത്ര ആത്മാഭൂതേന്ദ്രിയമനോമയ വൈകാരിക തേജസച്ച താമസച്ചേതഗന്ധത. ഈ മഹത്വത്വം അഹങ്കാരം തിരിച്ചു. പിന്നെ അഹങ്കാരത്തിൽ നിന്നോ അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു. വൈകാരികം, തൈജസം, താമസം. വൈകാരികം എന്ന് പറയുന്നത് തന്നെയാണ് സാത്വികം. തൈജസ് എന്ന് പറയുന്നത് തന്നെയാണ് രാജസം. താമസത്തിന് താമസം തന്നെ പേരുള്ളൂ. വൈകാരിക സാത്വികം, തൈജസച്ച രാജസം, താമസച്ചേത്തെ താമസത്തിന് താമസം തന്നെ. വൈകാരിക തൈജസച്ച താമസച്ചേത്യഹം ത്രിത അഹം തത്താ വിഗുർവാണാൻ മനോവൈകാരിക ഭൂ വൈകാരിക ചയേ ദേവ അർത്ഥാഭിപ്യഞ്ജനം തേജസാനിന്ദ്രിയാണ്യവാചാനകർമ്മമയാനി ച താമസോ ഊർധൂഷ്മതക്കം ലിംഗമാത്മനാകാലമായ അംശയോഗേന ഭഗവത് വീക്ഷിതം നഭസ് ആകാശം. നഭസോ നിർത്തിതം പശ്ചാപി കുർബന്ധിർമ്മമേനിലാം അനുലോപി കുർവാണോ നഭസോരുബലാന്യതാർത്ഥ രൂപ തന്മാത്രം ജ്യോതിർലോകത്തെ ലോചനം. 24 തത്വങ്ങളുടെ ഉൽപ്പത്തിയെ പറയണം. അനിലേന അനിതം ജ്യോതിർവികുർവാൻ പരവീക്ഷിതം ആദത്താംബോരസമയം കാലമായാംശയോഗത ജ്യോതിഷ്ടാംബോനുസൃഷ്ടം ജ്യോതിഷാംഭോനുസംസൃഷ്ടം കുർബൻ ബ്രഹ്മവീക്ഷിതം മഹിംഗന്ധഗുണ. ഭൂമിയാണ് മഹീം ഗന്ധ ഗുണാമാത കാലമായാംശയോഗത ഭൂതാന അന്നപാദീനാം യദ്വ്യാപരാവരം തേഷാം പരാനുതം തർഗാരതാതങ്ക്യം ഗുണാം വിദോ തേ ദേവ കാലാവിഷ്ണോ കാലമായ അംശലിംഗിനാനാനത്വക്രിയാനി ചപ്രോജപ്രാഞ്ജലയോ വിഭുംനി. ദേവന്മാരുടെ സ്തുതിയാണ് ചലിപ്പിക്കാൻ. ബ്രഹ്മാണ്ടത്തിലെ അനങ്ങാതെ കിടന്ന വിശ്വത്തെ ചലിപ്പിക്കാൻ ദേവന്മാർ ഭഗവാനെ തുതിച്ചു. ദേവപൂജ പ്രയാണം ഒരുപാട് പറഞ്ഞല്ലോ നമ്മൾ. നാമത്തെ ദേവപദാരവിന്ദം പ്രപന്നത പോപശമാതപത്രം എന്ന് വായിക്കുമ്പോൾ കിട്ടാത്തൊരു അക്ഷരങ്ങളുടെ കോമ്പിനേഷനാട്ടോ. പ്രപന്നത പോപശമാതപത്രം ആലോചിക്കാതെ വായിച്ചാൽ മതി, ആലോചിച്ചാതെ തെറ്റുക. നമാമത്തെ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം എന്മൂലകേതാ യഥോഞ്ചസോരു സംസാര ദുഃഖം ബഹിരിക്ഷിബന്തി.
ധാതർ യഥത്മിംബവൈഷ ജീവാതാപത്തയേണോപഗദാനചർമ്മ ആത്മല്ലബന്ധേ ഭഗവന്തവാഗ്രഹിച്ചായാം സവിദ്യാമതാശ്രയേമ. എപ്പോൾ അങ്ങയുടെ പാദത്തെ ആശ്രയിക്കണോ അപ്പോഴാണ് ജീവന് സുഖം കിട്ടുന്നത്. മാർഗന്ധിയത്തെ മുഖപത്മനിയുടെ ചന്ദ്രത്വവർണ്ണേഷയോ വീക്തേ യസ്യാകമൃഷ്ടോധരതി ആസരിധരായ പദം പദം തീർത്ഥപദപ്രപന്ന യശത്തയാദവത്യാജ ഭക്ത്യാദം മൂർജ്യമാനേ ഹൃദയവധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാവജയമതത്തെങ്കൃതരോജപീഠം വിശ്വസ്തജന്മത്രിതം ജമാർത്തേ കൃതാപതാരസ്തപദാംബുജന്തേ. ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതിലയമാണ് ജന്മസ്ഥിതി സംയമം. ജന്മം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ, സംയമം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കൽ. പ്രചേമ സർവേ ശരണം യതീശ സ്മൃതം പ്രയശ്ചിത്യഭയം സ്വംസാമെസ്സാനുബന്ധ ആസരിദേഹഗേഹേ. ഈ വീട് ഗ്രഹം മുതലായിട്ട് അസത്താണ്, ഇല്ലാത്തതിൽ മാത്രം മനസ്സ് വയ്ക്കുന്നവർക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല ഈശ്വരാനന്ദം. അതിൽ തന്നെ അവർ അങ്ങനെ കടന്നു തിരിയും. യസ്സാനുബന്ധ ആസതി ദേഹഗേഹേ മമാഹമിത്തിയുടെ ദുരാക്രം കാണാം പുംസാം സുദൂരം. അവർക്ക് എത്രയോ ദൂരത്താണ് ഭഗവത് ചിന്തകൾ. പുംസാം സുദൂരം വതതോ വിവര്യാം ഭജേമ തത്തേ ഭഗവൻ പദാം താൻ വേഗത വൃത്തിപരിക്ഷിപരിയേ പരാഹൃതം ധർമ്മനത പരേശാധോനപശ്യൻ ദുർഗായ നൂനം വേദേ പദന്യാസവിലാസലക്ഷ്മിയ പാനേന തേ ദേവകഥാ സുതായ പ്രവൃദ്ധഭക്ത്യാവശ്യദാശയാ തേ. പാനേന ഭഗവത് കഥ അങ്ങനെ പാനം ചെയ്യുക, അതുകൊണ്ട് വൈരാഗ്യം ലഭിക്കുന്നു. വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ചസന്നീയുരകുണ്ഠതിഷ്ണ്യം തഥാ പരേശാത്മസമാധിയോഗ ബലേന ചിത്താ പ്രകൃതിം ബലിട്ടാൻ ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാനുതേവയാതേ തത്തേവയം ലോകസുധിക്ഷയാത്യാനുതൃഷ്ടത്രിപുരാത്മഭിസ്മ സർവേ നിയുക്താത് വിഹാരതന്ത്രം ന ശക്നുമന്തൽ പ്രതിഹർത്തവേ തേ യാവത് ബലിന്ദേരകരാമകാലേ യഥാ വയം ജാന്നമധാമയന്നായതോ വൈഷാന്ത ഇമേ ഹി ലോകാബലിങ്കരന്തോ അന്നമധാന്യനൂഹ. അന്നം ബലി മുതലായിട്ടുള്ളവരൊക്കെ അങ്ങേക്ക് എല്ലാവർക്കും അത് വേണം, അതിന് കിട്ടാനായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ അന്നദാതാവായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. തന്നസ്തുരാണാമതി താന്തയാന കൂടത്ത ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്യാം ഗുണകർമ്മയോനോരേ തത്വജായാം കവിമാതതേ ചത്തതോ വയം സത്പ്രമുഖായ ധർത്തേ ബഭൂവാമഗിന്ധേ. ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാണ്. എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത്? കരവാമ കിന്തേ, കരവാമ ചെയ്യേണ്ടത്, കിംതേ എന്ത് അങ്ങേക്ക് വേണ്ടിയിട്ട്. ത്വന്നത്ത ചക്ഷു പരിദേഹി ചക്യാദേവക്രിയാർത്ഥേ ജനഗ്രഹാണാം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാർമകന്ത്യന്തംബിതായ അന്തതീയസ്കന്ധേ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി 6-ാമത്തെ അധ്യായം. ഋഷിരുവാച ഇതി താസാം സശക്തീനാം സദീനാം അസമേത്യ സാ പ്രസുപ്തലോകതന്ത്രാണാം ദിശാമ്യഗതിരീശ്വര. പറയണം, ഉരുക്രമസ്യ സ ഈശ്വര മഹത്തായ ശക്തിയോടുകൂടിയ ഈശ്വരൻ. ഉരുക്രമാസ ഈശ്വര, മഹത്തായ ശക്തിയോടുകൂടിയ ഈശ്വരൻ. ഈശ്വരൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ശക്തിയാണ്, ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? അങ്ങനത്തേതാണ് മഹത്തായ ആ ഭഗവാൻ ഇപ്രകാരം അസമേത്യ എന്ത് ചെയ്തു? ഒന്നിച്ചു ചേരാത്ത പ്രസുപ്ത ലോകതന്ത്രാണാം, ലോകതന്ത്രങ്ങളോട് കൂടിയവനായി ഇരുന്നു. കുറച്ച് എല്ലാം ഉണ്ട്, പഞ്ചഭൂതങ്ങളും ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം 24 ഇതുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ചലിക്കണില്ല. കൂട്ടിച്ചേർക്കാനൊരാൾ വേണ്ടേ? അതില്ല. വെള്ളമുണ്ട് മണ്ണുണ്ട്, അത് കൂട്ടിച്ചേർത്ത് കുഴച്ചാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിനെ ചേർക്കാനൊരാൾ തന്നെ വേണം, വേണ്ടേ? രണ്ട് കുടം ഉണ്ടാവില്ല, ചട്ടി ഉണ്ടാവില്ല, കലം ഉണ്ടാവില്ല. അതേപോലെ ഇതൊക്കെ ഉണ്ട്, പക്ഷേ കൂട്ടിച്ചേർക്കാൻ ആളില്ല. അസമേത്യ കൂടിച്ചേരാതെ, സമേത്യ കൂടിച്ചേർന്നിട്ട്, വിപരീതം അസമേത്യ കൂടിച്ചേരാതെ, സതീനാം ഇരിക്കുന്നവനും പ്രസുപ്ത ലോകതന്ത്രാണാം ഉറങ്ങിയ ലോകശക്തിയോടുകൂടി, ഗതി നിശാമ്യ കണ്ടിട്ട്, കൂടിച്ചേരാത്ത അവസ്ഥയെ, ചലിക്കാത്ത അവസ്ഥയെ, സുപ്തമായ അവസ്ഥയെ, നിദ്രാവസ്ഥയെ കണ്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്, ദീർഘട്ട കാണലായി, ഇതം കുറച്ച കാക്കലായി കേക്കലായി. നിശാമ്യ കണ്ടിട്ട്,
ഇതിപ്പോൾ അങ്ങനെ കാണുകയാണ്. തഥാ കാലസംജ്ഞാം ദേവീം ശക്തിം, കാലം എന്നു പേരോട് കൂടിയ ദേവിയെ വഹിച്ചു എന്നാണ് പിന്നീട് പറയണത്. കാലസംജ്ഞാം തഥാ ദേവീം ബിഭ്രച്ഛക്തിമുരുക്രമ ത്രയോവിംശതി തത്വാനാം ഗണം യുഗപദാവിശൽ. ഇളകാത്ത പ്രപഞ്ചഘടകങ്ങൾ നിർജീവമായും ഉറക്കത്തിൽ കിടക്കുന്നത് പോലെയും കണ്ടിട്ട് എന്തു ചെയ്തു? ഒരു ശക്തിയെ സൃഷ്ടിച്ചു. മായയുടെ വേറെ രൂപമാണ് കാലം. ഇപ്പോൾ പേരൊക്കെ അങ്ങനെ മാറ്റി മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ മായയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ മായയാണ്. അങ്ങനെ പല പേരുണ്ട് അവിദ്യയ്ക്ക്. അവ്യാകൃതി എന്ന് പറഞ്ഞാൽ മായയാണ്. കാലം മായയുടെ മറ്റൊരു പേരായിട്ട് പറയാറുണ്ട്. കാലം സംജ്ഞാം ദേവീം ശക്തിയും ഭഗവാൻ വഹിച്ചു ബിഭ്രത്. കാലം എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ സൃഷ്ടിച്ചു. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാലമില്ലെങ്കിൽ ലോകത്തിൽ ഒരു സംഗതി നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ വന്നു എന്ന് പറഞ്ഞാൽ അപ്പച്ചൊക്കെ നമ്മൾ എപ്പോഴേ വന്ന് അല്ലേ? എവിടെയാണ് കാലം? അതെ, ഇന്ന ആൾ മരിച്ചു ഇത്രേ, അതെയോ, എപ്പോഴാണ്ടായി കേട്ടോ. ആദ്യം ചോദിക്കണത് എന്താ, എങ്ങനെ, എന്താ കാരണം എന്നൊന്നുമല്ല, എവിടെ വെച്ചിട്ടൊന്നുമല്ല, എപ്പോഴേ ഉണ്ടായി, പിന്നെ ബാക്കി. അപ്പോൾ ഈ കാലം എല്ലാറ്റിൻ്റെയും സമയത്തെ ഇട്ടിരിക്കുന്നു. കുട്ടി പ്രസവിച്ചു എത്ര മണിക്ക്, എന്ത് കുട്ടിയാന്നൊരു ചോദ്യം കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത ചോദിക്കും എത്ര മണിക്കാണ് പ്രസവം എന്ന്. അടുത്ത ചോദ്യം കാലമാണ്. അപ്പോൾ ആ കാലത്തിനെ സൃഷ്ടിച്ചു. ഇത് ഈശ്വരശക്തിയാണ്. ത്രയോവിംശതി തത്വാനാം 23 തത്വങ്ങളുടെ സമൂഹത്തെ ഏകകാലത്തിൽ പ്രവേശിച്ചു. ഈ കാലത്തിൻ്റെ ശക്തിയുടെ സഹായത്താൽ, ഇതാണ് 24 തത്വം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്ന് പറയുന്ന ശക്തിയും കൂടിയതാണ്. 24ാമത്തെ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ 23 എന്ന് എടുത്തത്. 24 പരമാത്മാവ് കൂടി വേണം. അതിനെ ജീവാത്മാവും പരമാത്മാവും രണ്ടായിട്ട് എടുക്കുമ്പോൾ 25 എന്നും, അത് ഒന്നാണെന്ന് എടുക്കുമ്പോൾ 24 തത്വങ്ങൾ. എന്തായാലും 23 കഴിഞ്ഞാൽ പിന്നെ ആത്മാവാണ് ഉള്ളത്. ഒന്നേ ഉള്ളൂങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നായിട്ട് പറയാം. രണ്ടായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിട്ട് പറയാം. അപ്പോൾ 23 2 25 എന്ന് കൊടുക്കാം. 23 + 1 24 എന്ന് കൊടുക്കാം. രണ്ട് അഭിപ്രായമാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയണവരുണ്ട്, ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറയണവരുണ്ട്. വ്യത്യാസമുള്ളവർക്ക് 25 തത്വം, അല്ലാത്തവർക്ക് 24 തത്വം. ഇവിടെ 24 എന്നുള്ള അർത്ഥപ്രകാരമാണ് പറയണത്. ഇപ്പോൾ 23 തത്വങ്ങളിലും എന്തില്ല? ഈശ്വരൻ ഇല്ല. അപ്പോൾ അതിനെ പ്രവേശിക്കണം. ഇതൊക്കെ ഈ തത്വങ്ങളുടെ സംഖ്യയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ 24 തന്നെയാണ് തത്വം എന്ന് പറയുന്നവരാണ്. ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ഇത് 24 അല്ലേ? അപ്പോൾ 24ാമത്തെ അല്ലേ പരമാത്മാവ് എന്ന് ചോദിക്കുന്നവരുണ്ട്. 25ാമത്തെ ആത്മാവും 26ാമത്തെ അല്ലേ ശരിക്കും പറയാച്ച പരമാത്മാവും ജീവാത്മാവും വേറെ എന്ന് കാണുമ്പോൾ? 24 തത്വത്തിൽ ആത്മാവില്ലല്ലോ. ഉണ്ടോ? 10 ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, 4 5 20 ഒക്കെ 5ആണത്. പ്ലസ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, 4 5 20. ബുദ്ധി, മനസ്സ്, ചിത്ത, അഹങ്കാരം, ഇത് ആത്മാവില്ല. അല്ലാണ്ട് തന്നെ 24 ഉണ്ട്. അപ്പോൾ ഒരാത്മാവാകുമ്പോൾ 25, രണ്ടാത്മാവെന്ന് കാണുമ്പോൾ, അതായത് ജീവാത്മാവിന് 26 എന്നൊരു തത്വമുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒന്നുമില്ലാത്ത 23 എടുത്തിരിക്കണം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാതെ, കാരണം 24 തത്വം ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ഇതിൽ ചിലപ്പോൾ 4 പകരം 1 കുറച്ചിട്ടുണ്ടാവും. അഹങ്കാരമോ ഏതെങ്കിലും ഒന്ന് വിട്ടിട്ടുണ്ടാവും. ശരിക്കും 24 എടുക്കേണ്ടത്. പക്ഷേ 20 എങ്ങനെ ചേർത്താലും അത് ശരിയാണ് എന്നൊരു അഭിപ്രായമുണ്ട്. കോമ്പിനേഷൻ്റെ വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ 23 തെറ്റാണെന്നൊന്നും പറയാൻ വയ്യ. ആ 23 തത്വങ്ങളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചാൽ ഇത് തമ്മിലൊരു ബന്ധവും എല്ലാം കൂടിയുള്ള ഒരു കോഡിഫൈഡ് പ്രവർത്തനവും ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി കാലം എന്ന ഒരു ശക്തിയോട് കൂടിയിട്ട് ഇതിലേക്ക് പ്രവേശിച്ചു എന്ന് പറയണം.
കാലസഞ്ജാം തഥാ ദേവീം ശക്തി ബിഭ്രത്. ആ ശക്തിയെ സ്വീകരിച്ചു. ആര്? ഉരുക്രമൻ, ഭഗവാൻ. ഭഗവാന്റെ വേറെ പേരാണ് ഉരുക്രമൻ. ത്രയോവിംശതി തത്വാനാം, ശരിക്കും ചതുർവിംശതിയാണ്. ത്രയോവിംശതി വാദിച്ചാൽ ശരിയാവും. അങ്ങനെ എഴുതിനൊരു പ്രത്യേകതയുണ്ട്. തത്വങ്ങൾ എത്രയാണെന്ന് ചോദ്യം തന്നെ ഉണ്ട് ഏകാശത്തിൽ. 1 മുതൽ ഇൻഫിനിറ്റി വരെ തത്വങ്ങളാണ്. ഇനി എന്താ പറയുള്ളത്? 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകം കംപ്ലീറ്റ് പരബ്രഹ്മം ഒറ്റ തത്വമേ ഉള്ളൂ. അപ്പോൾ 23 ഇല്ല, 22 ഇല്ല, 10 ഇല്ല, 5 ഇല്ല. ഒരു രസമാണ്. ഫിലോസഫിയിൽ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. ചിലർ പറയും 1 അല്ല കേട്ടോ, 2 ഉണ്ട്. അതെന്താ? ജീവാത്മാ ഭഗവാൻ 1, ഭഗവാൻ അല്ലാത്തതോ? അതും ശരിയല്ലേ. നമ്മളൊക്കെ ഭഗവാനാച്ചപ്പോൾ നമുക്ക് ഇത്ര മുട്ടുണ്ടോ? നമ്മൾ ശരീര വ്യത്യാസമുണ്ട്. അവരുടെ ജീവാത്മാവ്, അവരുടെ അഭിപ്രായത്തിൽ 2ആണ് തത്വം. ഈ മൂന്നാമതൊരു കൂട്ട് പറയും ജീവാത്മാവും പരമാത്മാവും 2 അല്ല, എന്നാൽ 2ആണ്. ഇതെന്തെങ്ങനെ പറയണം? ദ്വൈതക്കാർ 2 എന്ന് പറയുമ്പോൾ വിശിഷ്ടാദ്വൈതക്കാർ കേവലം 2 എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ 1 അല്ലേ ഇനി പോകും. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. അതെന്താ? അത് 1 തന്നെയാണ്, പക്ഷേ 2 എന്ന തോന്നൽ അവിടെ അണ്ടർലൈൻ ചെയ്യണം. തോന്നൽ കൊണ്ടാണ് 2 ഉണ്ടാവുന്നത്. സത്യത്തിൽ അതില്ല എന്ന് പറയുമ്പോൾ വിശിഷ്ടാദ്വൈതക്കാരുടെ അഭിപ്രായത്തിൽ 3 തത്വം. കണ്ടോ? ഇതിന് കൂടും പഞ്ചഭൂതങ്ങളെ ആത്മാവ് മനസ്സ് എന്നെടുക്കുമ്പോൾ 7. കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി 10 ആത്മാവും എന്നെടുക്കുമ്പോൾ 11. ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വാദിക്കാം. അപ്പോൾ ഇനി 23 ആയതിൽ അത്ഭുതപ്പെടേണ്ട. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കാനൊന്നുമില്ല. ചിലതിക്കൽ 7 എന്ന് പറയും, 11 എന്ന് പറയും, ചിലതിക്കൽ 16 എന്നും പറയും. ഷോഡശാത്മക. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടില്ല. ഷോഡശാത്മക അങ്ങനെ ചെല്ലും ശിവസാരസ്വതത്തിൽ. ഇപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവാറായി. അതിനാണ് ഇതൊക്കെ പറയണം, കേൾക്കണം എന്നൊക്കെ പറയണം. പക്ഷേ ഷോഡശ 16, 23 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോകത്തിനെ അനലൈസ് ചെയ്ത ഘടകങ്ങൾ അത്രയേ ഉള്ളൂ. വലിയ അത്ഭുതമൊന്നുമില്ല. 16കാർക്ക് അതിൻ്റെ രീതിയിൽ അവർ കമ്പയിൻ ചെയ്തിട്ട് സ്ഥാപിക്കും. 24കാർ അങ്ങനെ സ്ഥാപിക്കും. 23കാർ അങ്ങനെ സ്ഥാപിക്കും. 26കാരും ഉണ്ട്. അതുവരെയുണ്ട്. 25, 24, 25, 25, 26 ഏറ്റവും പോപ്പുലറായിട്ട് കേട്ടോ പറയാം. കാരണം ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം എന്നെടുക്കുമ്പോൾ 24 ഈശ്വരനല്ല. ശ്രദ്ധിക്കുക, 24 ഈശ്വരനല്ല. അപ്പോൾ ഈശ്വരൻ ഏതാ? 25. അത് ജീവാത്മാവും പരമാത്മാവും എടുക്കുമ്പോൾ 26 വരുമല്ലോ. ഒന്നിച്ചെടുക്കുമ്പോൾ 25 വരൂ. ആണ് യഥാർത്ഥത്തിലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ്. അതാണ്. പിന്നെ എങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് അതിനെ സ്ഥാപിക്കാം. അതാണ് ഇവിടെ 23. അതിൻ്റെ വ്യത്യാസം പറയാൻ വേണ്ടി ഇപ്പം ഇത്രയും പറഞ്ഞതാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അടുത്തത് സോനുപ്രവിട്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തങ്കണം ഭിന്നം സഞ്ജോചയാമാസ സുത്തം കർമ്മ പ്രബോധയൻ. പ്രവേശിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഇളക്കമില്ലാത്ത പ്രപഞ്ചത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അപ്പോഴോ സ ഭഗവാൻ എന്ത് ചെയ്തു? സ ഭഗവാൻ സുപ്തം കർമ്മ, ലയിച്ച കർമ്മത്തെ. എങ്ങനത്തെ കർമ്മം? ലയിച്ച കർമ്മത്തെ. കർമ്മം അതിലുണ്ട്, പക്ഷെ അത് ചലനാത്മകമല്ല. അതിൽ ലയിച്ചത് കാരണം ചേഷ്ടാരൂപേണ, ചലനം എന്ന പ്രക്രിയ കൊണ്ട് ഉണർത്തി. പ്രബോധയൻ, ഉണർത്തി. അപ്പോൾ അത് ചലിക്കാൻ തുടങ്ങി. ഒരു യന്ത്രത്തിൽ എങ്ങനെയാണ് വൈദ്യുതി കൊടുക്കുമ്പോൾ അത് പ്രവർത്തനാത്മകമാകുന്നത്? ഫാനാവട്ടെ, മോട്ടറാവട്ടെ, മിക്സി ആവട്ടെ, എല്ലാം ഓക്കെയാണ്. കറണ്ട് ഇല്ലെങ്കിലോ? കറണ്ട് ഉണ്ട്, ഓൺ ചെയ്തില്ലെങ്കിലോ? പ്രവർത്തിക്കില്ലാവോ? അതിനെന്ത് വേണം? വൈദ്യുതി വേണം. ഇത് കാണാനും കൂടി പറ്റില്ല വൈദ്യുതി. അതിലേക്ക് ചെല്ലുമ്പോൾ ചലിക്കണു, മെഷീൻ പ്രവർത്തിക്കണു, ലൈൻ ഓടണു, വണ്ടി അടക്കം ഓടണു ഇല്ലേ? ഇത്രയും കമ്പാർട്ട്മെൻറ്റ് കൂട്ടിയിട്ട ട്രെയിൻ അടക്കം 25,000 വോൾട്ടിലാണ് ഓടുന്നത്. കാണാൻ പറ്റാത്തൊരു സാധനം അതിനെ ഓടിക്കണം. വിശ്വസിക്കാൻ പറ്റുമോ? 22 കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ വെയിറ്റ് എത്രയും ഉണ്ടാവും? എത്ര കിലോമീറ്ററാണ് ഓടുന്നത് ചൂടാവാതെ. അപ്പോൾ വൈദ്യുതിയുടെ അതേ സ്ഥാനമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. പ്രവേശിച്ചു. പ്രബോധയൻ, ഉണർത്തുന്നവനായിട്ട്.
പിരിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെ ഭിന്നം ഗണം വേർപിരിഞ്ഞിരിക്കുന്ന ഈ കൂട്ടത്തെ സംയോജയാമാസ ചേർത്തു. നേരത്തെ അതിൻ്റെ വിപരീതം പറഞ്ഞില്ലേ, സംയോജയാമാസ എന്നുള്ളതിൻ്റെ ചേരാത്തത് എന്നാണ് പറഞ്ഞത്. അതിനെ സംയോജിപ്പിച്ചു എന്നർത്ഥം. അസമേത്യ എന്നാണ് നേരത്തെ പറഞ്ഞത്. സോനുപ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ ഇളക്കം എന്നുള്ള ആ രൂപമായിട്ട് പ്രവേശിച്ചു. എന്നിട്ടോ ഭിന്നം ഗണം വേർപിരിഞ്ഞ് നിൽക്കുന്ന കൂട്ടം, ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. ഗണം ഭിന്നം സംയോജയാമാസ, ഭിന്നം ഗണം സംയോജയാമാസ, വേർതിരിഞ്ഞ് നിൽക്കുന്ന ഭിന്നത്തെ യോജിപ്പിച്ചു. കർമ്മം ആരംഭിക്കുകയായി. വേർതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഘടകങ്ങൾ ചലിക്കാൻ തുടങ്ങുകയായി. ഭഗവാൻ പ്രവേശിച്ചോട് കൂടിയിട്ട് ചലനാത്മകമായി. ഭഗവാനാണ് ഇതിനെല്ലാം കൊണ്ടു നടത്തുന്നത്. അതിപ്പോൾ ഏത് യുക്തിവാദി പറഞ്ഞാലും അങ്ങനൊരു ശക്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് ചലിക്കണമെങ്കിലും ഒരു പ്രേരക ഘടകം വേണം, വേണ്ടേ? അതിന് അംശമൊന്നുമില്ല. അപ്പം നമ്മൾ പ്രേരക ഘടകം മൂക്കിൽ പഞ്ഞി വെച്ചാൽ അവസാനിച്ചു, പിന്നെ നമ്മൾ അനങ്ങില്ല, പിന്നെ അത് കേടുവരികയാണ്, പെട്ടെന്ന് സംസ്കരിക്കാനേ പറ്റൂ. ഇതുവരെ എന്തെല്ലാം ചെയ്തിരുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ചിന്തിക്കണു. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിനെ ചേതനവത്തായിട്ട് നിർത്തുന്നു. രാവിലെ കുളിച്ച് കുറിയക്കെട്ട അയാൾ എന്ത് ഫ്രഷായിട്ടാണ് കണ്ടു, ആ മുഖത്തൊരു ചൈതന്യം വേറെ തന്നെ കേട്ടോ. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയാറുണ്ട്, അതേ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈച്ചയാണ് മേൽ വന്നിരിക്കണതേ. ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം പോയിട്ടില്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? അത് കാണാൻ പറ്റുന്നതല്ല, തൊട്ടറിയാൻ പറ്റുന്നതല്ല, പോയി എന്ന് ഉറപ്പാണ്. ഇനി ഒരിക്കലും എനിക്ക് പ്രവേശിക്കില്ല. അപ്പോൾ അതിന് അങ്ങനെ സംഗതിയെ പ്രവേശിച്ചു, ചലനാത്മകമായി. എപ്പോൾ അത് പോകുന്നു, ചലനം നിലയ്ക്കുന്നു. ഇവിടെ പറയുന്നത് പ്രപഞ്ചാകാരേണയുള്ള വലിയ ശരീരമാണ് കേട്ടോ, വ്യക്തിയുടെ ശരീരമല്ല, ഓർക്കണം. പ്രബുദ്ധകർമ്മ ദൈവേന എത്രയോ വിംശതികോ ഗണ പ്രേരിതോ ജനയസ്വാഭിർ മാത്രാഭിരതിപുരുഷ. ദൈവേന ദൈവത്താൽ, പ്രബുദ്ധകർമ്മ പ്രബോധിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയതും, പ്രേരിത പ്രേരിപ്പിക്കപ്പെട്ടതുമായ ത്രയോവിംശതി, വാസ്തവത്തിൽ ചതുർവിംശതിയാണ്. ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം എന്നീ 4 കാര്യം കൂട്ടിയ 24 ആത്മാവ് കൂടാതെ. ആത്മാവ് ഇതിന് പെടില്ല. പ്ലസ് ആത്മാവാകുമ്പോൾ 25. അതിനെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് എടുക്കുമ്പോൾ 26. ഒന്നിച്ചെടുക്കുമ്പോൾ 25. പിന്നെ എന്താ ഇവിടെ 23? അത് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം എന്നുള്ളതിലത്തെ ഏതെങ്കിലും ഒന്ന് രണ്ടോട് കൂടി ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ പറയാം, അങ്ങനെ ചേർത്ത് പറയാം. അഹങ്കാരവും മനസ്സും വേറെ പറയണ്ട, ശരിയാണ്. ചിത്തവും മനസ്സും വേറെ പറയണ്ട, അതും ശരിയാണ്. കാരണം ചിത്തം തന്നെയാണ് മനസ്സായി ഭവിക്കുന്നത്, രണ്ടല്ല. അത് ചിത്തം തന്നെ നമുക്ക് ചിന്ത വരുമ്പോൾ മനസ്സാവുകയാണ്. ചിന്തയില്ലാതെ ഇരിക്കുമ്പോൾ അതിനെ ചിത്തം എന്ന് പറയുന്നു. ഒരു വെള്ളം ഇളകാതെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ അത് വെള്ളം, ഇളകിക്കഴിഞ്ഞാൽ അത് ഓളങ്ങളും തരംഗങ്ങളും എന്നാണ് നമ്മൾ പറയുക. പക്ഷെ അത് വെള്ളം തന്നെയാണ്. ഓളം തരംഗം എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലാണ്ടേ ഉണ്ടോ? എന്നാൽ പേരെന്തിനായിട്ട്? അത് ഇളകണ വെള്ളമാണ്. സമുദ്രത്തിലത്തെ വെള്ളം തിര എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടോ? സമുദ്രത്തിലത്തെ വെള്ളം തന്നെയാണ് തിരയായി മാറുന്നത്, അല്ലേ? വേറെ തിരയെന്ന് പറഞ്ഞ വസ്തു ഇവിടെ ഇല്ല. അത് അടിക്കാതിരിക്കുമ്പോൾ നമ്മൾ സമുദ്രത്തിലെ ജലം എന്ന് പറയും, അടിച്ചു കഴിഞ്ഞാൽ തിരയായി. ഇതേപോലെ മനസ്സും ചിത്തം വ്യത്യാസം. ഒന്നാണെന്ന് പറഞ്ഞോ ശരിയാണ്, രണ്ടാണെന്ന് പറഞ്ഞോ അപ്പോഴും ശരിയാണ്. അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് അവിടെ 24 വരണത്. ശരിക്കുള്ള ഡീറ്റെയിൽ അനാലിസിസ് 24. പക്ഷെ ഇവിടെ വീണ്ടും പറഞ്ഞു ത്രയോവിംശതി ഗണ. ഏതെങ്കിലും രണ്ടാക്കിയിട്ട് ഒന്നാണെന്ന് വാദിച്ചിട്ടുണ്ടാവണം. ചിത്തവും മനസ്സും ഒന്നാണ്, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴാണ് 23. അഹങ്കാരം മനസ്സിനുണ്ടാവണതല്ലേ, ഇതിനെ വേറെ കാണണമെന്ന് ചിന്തിച്ചാൽ അപ്പോഴും ശരിയാണ്. 23 തത്വങ്ങളുടെ സമൂഹം സ്വാഭി മാത്രാഭി സ്വമാത്രകൾ കൊണ്ട് വിരാട് ശരീരത്തെ ജനിപ്പിച്ചു. വിരാട് എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും അടങ്ങിയ അപാരമായ വലിപ്പത്തോടു കൂടിയ ലോകം, ശരീരം, വിരാട് ശരീരം.
14 ലോകം അടങ്ങിയിട്ടുള്ള അപാരമായിട്ടുള്ള പുരുഷനെയാണ് വിരാട് എന്ന് പറയുന്നത്. വിരാട് പുരുഷ ശരീരത്തെ പ്രേരിതോ അജനയത് സ്വാഭിർ മാത്രാഭിർ അതിപൂരുഷം. അതിപൂരുഷം എന്ന് പറഞ്ഞാൽ വിരാട്ടിനെ സൃഷ്ടിച്ചു. അതിപൂരുഷം വിരാട്ടിനെ സൃഷ്ടിച്ചു. ഇനി ചലിക്കുക വേണ്ടു, പ്രേരണശക്തിയായിട്ട് കടന്നു. ഈ ആ പ്രക്രിയ നടക്കുക വേണ്ടു. ചാലകശക്തി പ്രവേശിച്ചു, ഇനി നടക്കണം. പരേണ വിശദാസ്വാസ്മിൻ മാത്രയാ വിശ്വതൃഗണ ചുക്ഷൂഭോ അന്യോന്യമാസാദ്യ യസ്മിൻ ലോകാച്ചരാചര. സുസ്മിൻ തന്നിൽ മാത്രയാ സ്വംശത്താൽ വിശദ പ്രവേശിച്ച ഈശ്വരനാൽ പരേണ ഈശ്വരനാൽ വിശ്വതൃഗണാഹ തത്വസമൂഹം തമ്മിൽ അന്യോന്യം യോജിച്ചു. വിരാട് സ്വരൂപമായിട്ട് ഭഗവാൻ മാറി. പ്രേരക ശക്തിയായിട്ട് പ്രവേശിച്ചപ്പോൾ എന്തുണ്ടായി? അന്യോന്യം ബന്ധമില്ലാതെ നിന്ന ഘടകങ്ങൾ സംയോജിച്ചു. ആസാദ്യ യോജിച്ചിട്ട് ക്ഷോഭിച്ചു, ചലിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രവൃത്തി സൂര്യനുദിക്കുക, ഭൂമി കറങ്ങുക, വായു വീശുക തുടങ്ങി. ഇതൊരു ചരാചരങ്ങൾ ലോകങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ആ സ്വതന്ത്ര സ്വരൂപത്തിൽ അചരങ്ങളും അടങ്ങിയിട്ടുണ്ട്. 14 ലോകം എന്ന് പറഞ്ഞാൽ ഇളകുന്നതുമുണ്ട് ഇളകാത്തതുണ്ട്. കാറ്റൊക്കെ ഇളകുന്നതാണ്, കല്ലൊക്കെ ഇളകാത്തതാണ്, പാറ വൃക്ഷങ്ങൾ ഇളകാത്തതാണ്. പക്ഷേ അവ വളരുന്നുണ്ട് കേട്ടോ, വളരുന്നുണ്ട്. പക്ഷേ നിന്ന ദിക്കിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ചരങ്ങളല്ല അചരങ്ങൾ എന്ന് പറയാൻ കാരണം. ഇപ്പം ചലിക്കുന്ന പക്ഷിമൃഗാദികളുണ്ട്, ചലിക്കാത്ത വൃക്ഷലതാദികൾ, ഇതൊക്കെ ആയിട്ട് മാറി എന്നർത്ഥം. പരേണ വിശദാസ്മിൻ മാത്രയാ വിശ്വതൃഗണ ചുക്ഷോഭാന്യോന്യം മാത്രം എല്ലാം ചലിക്കാൻ തുടങ്ങി. ചലിക്കുന്നത് ചലിക്കും, അല്ലാത്ത ചലിക്കില്ല. യസ്മിൻ ലോക ചര അചര, ലോകത്തിൽ ഇളകുന്നതുമുണ്ട് ഇളകാത്തതുമുണ്ട്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ദ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.